നമ്മളെ ഇന്നത്തെ പരിപാടി ഈ ബ്രെഡ് വെച്ചിട്ടാട്ടോ. ബ്രെഡ് അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ ചിക്കനിൽ തുടങ്ങാം. സോ കുനുകുനാന്നിരുന്ന ചിക്കനിൽ കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കാം. ആൻഡ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ കോയിനെ അങ്ങോട്ട് പൊരിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചാൽ മതിയെ, അല്ലെങ്കിൽ കോയിക്ക് വേനിക്കോളൂ. ഇത് കുറച്ച് കാലം മുന്നേ കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ ഇത്ര കണ്ണീര് വെറുതെ പോയി. സാരല്ലണം, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. കുനുകുനാന്നരിഞ്ഞ ഉള്ളി, കേബേജ്, ക്യാരറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പച്ചക്ക് ഇട്ടിട്ട് ചെയ്യലാണ്. പക്ഷെ ഫാത്തിമ നസ്രിൻക്ക് പച്ചക്ക് തിന്നണ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കിത് വഴറ്റിട്ടുണ്ടാക്കാം. കുനുകുനാന്നരിഞ്ഞ ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ടാൽ നമ്മുടെ മസാല റെഡി. അടുത്തത് ഇതാ, നമ്മൾ 2 ബ്രെഡ് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. നല്ല രീതിക്ക് കവർ ചെയ്തെടുക്കണം, എന്നാലാണ് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. എന്നിട്ടിടോ മെയിൻ പരിപാടി ഇതങ്ങോട്ട് പൊരിച്ചെടുക്കുക. ഞാൻ വലിയ മെയിനായിട്ട് 3 എണ്ണൊക്കെ ഒപ്പം തിരിച്ചു മറിച്ചൊക്കെ നോക്കി. അപ്പൊ ബ്രെഡിനോട് പറഞ്ഞു ഈ അതിനുള്ളതായിട്ടില്ല, തൽക്കാലം ഒന്ന് മറിച്ചിട്ട്. പിന്നെ ഈ പൊരിച്ച ചിക്കനെ ഇതിലേക്ക് കുറച്ച് നുള്ളി പറിച്ചിട്ടിട്ട് കുറച്ച് സോസ് ഒക്കെ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ട് ഈ ബ്രെഡിന്റെ മിഡിൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിന്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കാം. സോ ഫൈനലി നമ്മളെ പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. എങ്ങോട്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഇതും അടിപൊളിയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ. അപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പൊ ഓക്കെ.